11-ാമത്തെ അധ്യായം. നരന്റെ അകമാണോ നരകം. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിൽ തന്റെ മാതാവായ കൈകേയിയെ ഭരതൻ കോപാഗ്നിയാൽ എന്തെല്ലാം നിഷിദ്ധമായ വാക്കുകളാണ് പ്രയോഗിക്കുന്നത്. ദേഷ്യം വന്നാൽ എല്ലാവരും കണക്ക് തന്നെ എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഭരതന്റെ ചീത്തവിളി, ഭർത്താവിനെ കൊന്നവൾ, ദുഷ്ട, നിശാചാരി, പാപി എന്നിങ്ങനെ എന്തെല്ലാം പാടില്ലാത്ത വിളികൾ. അതെല്ലാം കഴിഞ്ഞ് ഘോരമായുള്ള കുംഭീഭാഗമാകിയ നരകം തന്നിൽ വസിക്കതു മൂലം സ്വന്തം മാതാവ് നരകത്തിൽ പോകട്ടെ എന്ന് ശപിക്കുന്ന മകനായി മാറുകയാണ് ഭരതൻ. അമ്മയുടെ അനീതിക്കെതിരെ സുധീരം ശബ്ദിക്കുന്ന ഭരതൻ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. എന്നാൽ അമ്മ കുംഭീഭാഗമെന്ന നരകത്തിൽ പോകട്ടെ എന്ന് ശപിക്കുന്നത് കുറച്ച് കടന്ന കൈയായി പോയി. കാരണം നരകം എന്ന പേര് നോക്കുക. നരകം എന്നാൽ നരന്റെ അഥവാ മനുഷ്യന്റെ അകമാണ്. 3 ലോകങ്ങളുടെയും നടുവിൽ തെക്ക് ഭാഗത്തായി ഭൂമിക്ക് താഴെ പിതൃലോകം. പിതൃലോകത്തിന്റെ നാഥനാണ് കാലൻ. നീതിന്യായ വ്യവസ്ഥയിൽ ഏറ്റവും ധർമ്മിഷ്ഠനായതിനാൽ ഒരു യമം, അത് യമം മീൻസ് അളവെന്നാണ്. അളവ് പോലും പക്ഷപാതം കാണിക്കാത്തവനായതിനാൽ യമധർമ്മൻ എന്നും വിളിക്കുന്നു. തെറ്റ് ചെയ്തവരെ തെറ്റിന്റെ സ്വഭാവം അനുസരിച്ച് യമൻ 28 നരകങ്ങളിലേക്ക് മനുഷ്യരെ പറഞ്ഞയക്കുന്നു. അതിൽ ഒരു നരകമാണ് ഭരതൻ ഇവിടെ പറയുന്ന കുംഭീഭാഗം. മൃഗപക്ഷാദികളെ കൊന്നു തിന്നുന്നവനുള്ള നരകമാണ് കുംഭീഭാഗം. ഈ നരകത്തിൽ വലിയ വലിയ പാത്രങ്ങളിലായി എണ്ണ തിളപ്പിച്ചൊരുക്കിയിട്ടുണ്ട്. പാപികളെ യമകിങ്കരന്മാർ ഈ എണ്ണയിൽ സദാ മുക്കുകയും പൊക്കുകയും ചെയ്യുന്നു. അവർ കൊന്ന പക്ഷിമൃഗാദികൾക്ക് എത്ര രോമമുണ്ടോ അത്രയും വർഷമാണ് ശിക്ഷയുടെ കാലാവധി. എണ്ണപാത്രത്തിലിട്ട് പാകമാകുന്നത് കൊണ്ടാകാം കുംഭീഭാഗം എന്ന പേര് വന്നത്. ഇത്തരം ഒരു നരകത്തിൽ അമ്മയെ പറഞ്ഞയക്കുമെന്ന് ഭരതൻ പറയുമ്പോൾ ഭരതന് പിതൃസ്നേഹമാണ് വലുത് എന്ന് കരുതിയാൽ തെറ്റില്ല. ദൈവം സൃഷ്ടിച്ച ജീവികളിൽ നരന് വേണ്ടി മാത്രമാണ് നരകം. മറ്റെല്ലാ ജീവികളും മരിക്കുമ്പോൾ തന്നെ നേരിട്ട് ദൈവത്തിന്റെ മടിയിൽ എത്തിച്ചേരും. ഭൂമിയിലെ സസ്യജന്തു ജീവജാലങ്ങളെ മുഴുവൻ തിന്നുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ടാണ് കാലത്തിന്റെ കൂടെ നടക്കുന്ന കാലൻ നരനു വേണ്ടി അവന്റെ പാപം കുറയ്ക്കാൻ വേണ്ടി 28 നരകങ്ങൾ ഉണ്ടാക്കിയത്. സ്വാർത്ഥതയില്ലാത്തവന് ലഭിക്കുന്ന സ്വർഗം. സ്വന്തം മകനെ രാജാവാക്കാൻ കൈകേയി കാണിച്ചത് സ്വാർത്ഥത എന്നാണ് സ്വന്തം മകൻ ഭരതൻ തന്നെ പറയുന്നത്. മകന്റെ വക അമ്മയ്ക്ക് സ്വാർത്ഥതയ്ക്കുള്ള ശിക്ഷ കുംഭീഭാഗം എന്ന മഹാനരകം. ആദികവി അങ്ങേക്ക് നമസ്കാരം. അടുത്ത അധ്യായം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ബ്രാഹ്മണൻ. അത് 12-ാമത്തെ അധ്യായമാണ്. 14 സംവത്സരം വനവാസത്തിന് രാമൻ പുറപ്പെടുകയാണ്. അയോധ്യ മരണവീട് പോലെ ശോകമുഖം. വനവാസത്തിന് പോകും മുൻപേ രാമൻ ദരിദ്രർക്ക് പശുക്കളെ ദാനം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ബ്രാഹ്മണരെയാണ് രാമൻ ദാനം നൽകാൻ വേണ്ടി പ്രത്യേക ക്ഷണിതാക്കളായി വിളിച്ചിരുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഷ്ടിച്ച് അരിഷ്ടിച്ച് ജീവിക്കുന്ന ത്രിജടൻ എന്ന ബ്രാഹ്മണനെ ഭാര്യയും മക്കളും നിർബന്ധിച്ച് രാമദാനം കൈപ്പറ്റാൻ പറഞ്ഞയക്കുന്നു. ത്രിജടന് ഒരു പശുവിനെ മാത്രം പോരാ, ഒത്തിരി വേണം എന്നാണ് രാമനോട് അപേക്ഷിച്ചത്. വളരെ ശോകമുഖമായ ഒരു അന്തരീക്ഷം. അപ്പോൾ രാമൻ കൊടുക്കുന്നത് സ്വീകരിക്കുക, അതാണ് സാമാന്യ മര്യാദ. ഇവിടെ ത്രിജടൻ ഒത്തിരി വേണം എന്ന ആവശ്യം കേട്ട രാമന് അപ്പോൾ തമാശയാണ് തോന്നിയത്. രാമൻ ത്രിജടനോട് അവിടെയുള്ള ദാനം ചെയ്യാൻ കൊണ്ടുവന്ന പശുക്കളെ ചൂണ്ടിക്കാട്ടി ഒരു വടി ബ്രാഹ്മണന് നൽകി പറഞ്ഞു, ഈ കാണുന്ന പശുക്കളെ ഈ വടി കൊണ്ട് ശക്തിയോടെ കടത്തിയെറിയുക. വടി ചെന്ന് വീഴുന്ന ദൂരത്തിനകത്തുള്ള ഗോക്കളെ മുഴുവനും അങ്ങേക്ക് അവകാശപ്പെട്ടതാണ്. രാമൻ വനത്തിൽ പോകുമ്പോൾ ഏറ്റവും സന്തോഷം പുലർത്താൻ രാമൻ തന്നെ സൃഷ്ടിക്കുന്നത് ഏറെ രസകരമായി വായനക്കാരന് അനുഭവപ്പെടും. ഏതായാലും ലോകത്തിലെ ആദ്യത്തെ കുന്തമേർ നടത്തി സമ്മാനം നേടിയത് ത്രിജടൻ എന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ബ്രാഹ്മണൻ എന്ന് ഒരു തമാശയായി പറയാം. അടുത്ത അധ്യായം 13-ാമത്തെ അധ്യായം. സന്താളുകളും രാമായുധവും. ഭാരതത്തിലെ ഏറ്റവും വലിയ ഗോത്ര സമൂഹമാണ് സന്താളുകൾ. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഗോത്രം. സന്താളുകളുടെ ആരാധനാമൂർത്തികളിൽ പ്രമുഖമായത് ഭഗവാൻ ശ്രീരാമനാണ്. രാമന്റെ ആയുധമായ അമ്പുകില്ലുമാണ് സന്താളുകളുടെ സമരായുധം. ഇന്നത്തെ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ ഉൾപ്പെടുന്ന രാജ്മഹൽ കുന്നുകളിലാണ് സന്താളുകളുടെ വാസസ്ഥലം. രാജ്മഹൽ കുന്നുകളിലേക്ക് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബംഗാളിൽ നിന്നും കുടിയേറിയ സന്താളുകൾ കാർഷിക വൃത്തിയിലൂടെ പുരോഗതി പ്രാപിച്ചു. 1838 കാലഘട്ടത്തിൽ കേവലം 40 സന്താൾ ഗ്രാമങ്ങളാണ് ഉണ്ടായിരുന്നത്. 1851 ആകുമ്പോൾ 1473 സന്താളുകൾ ഗ്രാമങ്ങളായി വർദ്ധിച്ചു. ജനസംഖ്യ 3000-ൽ നിന്ന് 80,000-ആയി വർദ്ധിച്ചു. അവർക്ക് നേതൃത്വം നൽകാൻ സിദ്ധു, കാനു, ചന്ദ്, ഭൈരവ് സഹോദരന്മാരും സഹോദരിമാരായ പൂലോ, ജാനോ എന്നിവരും ഉണ്ടായിരുന്നു.
സന്താളുകളുടെ കൃഷിഭൂമി വാണിജ്യ വിളകൾക്ക് വേണ്ടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുക്കാൻ തുടങ്ങിയതോടെ സന്താളുകളുടെ കഷ്ടകാലം ആരംഭിച്ചു. സിദ്ധു കാനു സഹോദരന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ 80,000-ഓളം വരുന്ന സന്താളുകളും അമ്പും വില്ലും ഉപയോഗിച്ച് രാമമന്ത്രവും ചൊല്ലി 1755 ജൂൺ 30 പോരാട്ടം ആരംഭിച്ചു. ഏറ്റവും യാദൃച്ഛികമായ സംഭവം, പോരാട്ടത്തിൽ ആദ്യം വിജയം നേടുന്നത് 1755 ജൂലൈ 15 അതായത് കർക്കിടക മാസം 1-ാം തീയതി. നമ്മുടെ രാമായണ മാസാരംഭ ദിനം. 25 ബ്രിട്ടീഷ് ശിപ്പായിമാരെ സന്താളുകൾ അമ്പും വില്ലും കൊണ്ട് എയ്തു വീഴ്ത്തി. നാരായണൻപുരിയിലെ ഈ വിജയം സന്താളുകളുടെ ആത്മവീര്യം വർദ്ധിപ്പിച്ചു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് 12,000 സന്താൾ സൈന്യത്തോട് ബ്രിട്ടൻ തോറ്റോടി. പീരങ്കിയും യുദ്ധടാങ്കുകളും ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവന്ന് കരുത്തനായ മേജർ ബറോസിന്റെ നേതൃത്വത്തിൽ മൂർഷിദാബാദിനടുത്ത് വെച്ച് 20,000 വരുന്ന സന്താളുകളുടെ അമ്പും വില്ലും രാമമന്ത്രവും ചേർന്നപ്പോൾ ബ്രിട്ടീഷ് സൈന്യം തോറ്റോടി. എന്നാൽ കൂടുതൽ സൈന്യവും പടക്കോപ്പുകളുമായി മേജർ ബറോസിന്റെ നേതൃത്വം സിദ്ധു കാനു സഹോദരന്മാരെ വകവരുത്തിയ വാർത്ത സന്താളുകളുടെ ആത്മവീര്യം തകർക്കുന്നതായിരുന്നു. 1856 ജനുവരി 3 അവസാനത്തെ സന്താൾ പഠനം മാതൃഭൂമിക്ക് വേണ്ടി വീരമൃത്യു വരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ബ്രിട്ടൻ ഭയന്ന് വിറച്ചുപോയി. സന്താളുകളുടെ അമ്പും വില്ലും അത് എത്രമാത്രം കരുത്തുള്ള ആയുധമാണ്. അവർക്കറിയില്ലല്ലോ അതിന്റെ കരുത്ത് അവരുടെ ആരാധനാമൂർത്തിയായ ഭഗവാൻ രാമന്റെ കരുത്താണെന്ന്. 182 ദിവസം, അതായത് 6 മാസവും 8 ദിവസവും ബ്രിട്ടീഷ് ഭരണകൂടം സന്താളുകളുടെ ആത്മവീര്യത്തിന് മുൻപിൽ വിറച്ചു പോയിരുന്നു എന്നത് ചരിത്രം.